ഇച്ചോട്ടെ രാവിലെ സുന്ദര കുട്ടനായിട്ട് ഇതാ ഒരുങ്ങിയിരുന്ന് ഷൂവിൻ്റെ ലൈസൊക്കെ കെട്ടാൻ കേട്ടോ. കെട്ടാനൊന്നും അറിഞ്ഞൂടാ കേട്ടോ, ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഞാൻ തന്നെയാണ് കെട്ടിക്കൊടുത്തത്. ഞങ്ങളുണ്ടല്ലോ ഇച്ചൂട്ടൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ് ഡോൺ ബോസ്കോയിലേക്ക്. ഇന്ന് ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ റെഡിയായി ഇറങ്ങാം കേട്ടോ. ഡാണ വെത്തിയപ്പോൾ നല്ല അടിപൊളി പന്തലിട്ടിട്ടുണ്ട്. നമ്മുടെ പെരുന്നാളാണ് കേട്ടോ, ശനി ഞായർ തിങ്കൾ. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ തോരണം കെട്ടുന്നത് സിഗ്നലുമിലാണ് കേട്ടോ, പക്ഷേ ഡാണോ മൊത്തത്തിലേ പൊളിച്ചിട്ടേക്കാണ്, സിഗ്നലൊക്കെ പൊളിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഈ പ്രാവശ്യം ക്രെയിൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും കൊള്ളാമല്ലേ, നൈസായിട്ടുണ്ട്, കണ്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഡോൺ ബോസ്കോയിൽ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചൂട്ടനെ ഈ വർഷം ചേർത്താനായിട്ട് തീരെ താല്പര്യമില്ല കേട്ടോ. കാരണം ഇവൻ തക്കുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, കുറച്ച് വെകിളിത്തരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് ചേർത്താൻ വേണ്ടിയിട്ട്. പിന്നെ തക്കു ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം, അത്രയേ ഉള്ളൂ. പിന്നെ കറക്റ്റ് ഏജ് ആയതുകൊണ്ട് ചേർത്താതിരിക്കാനും പറ്റില്ല. ഇച്ചൂട്ടൻ ഇൻ്റർവ്യൂവിന് വേണ്ടി റെഡി ചെയ്ത് നിൽക്കാം കേട്ടോ. ചോക്കണേനൊക്കെ പിന്നെ കറക്റ്റായിട്ട് അപ്പോൾ തന്നെ മറുപടി കൊടുത്തോളൂ, ആ കാര്യത്തിൽ പേടിക്കാനില്ല. അങ്ങനെ ഇൻ്റർവ്യൂക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞു. സിസ്റ്റർ ഒരു ചോക്ലേറ്റ് ഒരു ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ടിൽ തന്നെ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാം കേട്ടോ. തക്കുമോനെ കാണാൻ പറ്റിയില്ല, ബ്രേക്ക് ടൈം അല്ലാത്തതുകൊണ്ട് തക്കുവിനെ കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബോർഡ് കണ്ടു, കോഴിക്കോടൻ ദം ബിരിയാണി. അപ്പോൾ നേരെ വണ്ടി അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിച്ചില്ല, പാഴ്സൽ മേടിച്ചു. എങ്ങനെ ഉണ്ടെന്നറിയില്ല. വീട്ടിൽ വന്നപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ അടിപൊളി ലുക്കുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ലുക്ക് മാത്രം പോരല്ലോ, ടേസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ. അങ്ങനെ പ്ലേറ്റിലോട്ട് ഇട്ടു. കുട്ടു ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. മുട്ടയും പപ്പടവും പിക്കിളും സാലഡൊക്കെ ഉണ്ടായിരുന്നു. മുട്ടയുള്ള ബിരിയാണിയോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഞങ്ങൾ കഴിച്ച് തീർക്കട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.